Dear children, previous questions discussionന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. Question number 6. Chandra Traders purchased a motor van on 1/1/2013 for rupees 6 lakh. ചന്ദ്ര ട്രേഡേഴ്സ് 1/1/2013 ജനുവരി 1-ാം തീയതി 6 ലക്ഷം രൂപ വിലയുള്ള ഒരു മോട്ടോർ വാൻ വാങ്ങിച്ചു. The firm writes of depreciation at the rate of 10% per annum on written down value method. ഇവിടെ ഫേം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് 10% ആണ്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഡ്രോ അപ്പ് മോട്ടോർ വാൻ അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് 3 years. ആദ്യത്തെ 3 വർഷത്തെ മോട്ടോർ വാൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നാണ് ഇവിടെ എൻഡ് ചെയ്യുന്നത്? ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന ഡേറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്, 1/1/2013 അല്ലേ? അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെയാകുമ്പോൾ അത് എൻഡ് ചെയ്യുന്നത് എന്നായിട്ട് നമ്മൾ എടുക്കുക? December 31. അപ്പം ജനുവരി ടു ഡിസംബർ ആണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. മോട്ടോർ വാൻ അക്കൗണ്ട് വരയ്ക്കുക. ഇനി ഓരോന്നായിട്ട് നമ്മളതിലേക്ക് പോസ്റ്റ് ചെയ്യാം. നോക്കിക്കേ, ആദ്യം 1/1/2013 6 ലക്ഷം രൂപയുടെ മോട്ടോർ വാൻ വാങ്ങിച്ചു അല്ലേ? അപ്പം അതിൻ്റെ എൻട്രി അല്ലേ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ് എൻട്രി വരുന്നത്? മോട്ടോർ വാൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 1/1/2013 കണ്ടോ, ക്യാഷ് 6 lakh രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ആ വർഷം എൻഡ് ചെയ്യുന്ന ഡേറ്റ്, നമുക്ക് ആ വർഷം മുഴുവൻ നമ്മൾ ആ മോട്ടോർ വാൻ യൂസ് ചെയ്യുന്നു. ആ വർഷത്തെ ഡിപ്രീസിയേഷനാണ് ഇനി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പം നോക്കിക്കേ, ആ വർഷം എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? 31/12/2013 അല്ലേ? അപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻട്രി എങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മോട്ടോർ വാൻ അക്കൗണ്ട് എന്നല്ലേ. ഇനി അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. 6 ലക്ഷം രൂപയുടെയാണ് മോട്ടോർ വാന്. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പം 6 lakh × 10/100. അപ്പോൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 60,000, 60,000 രൂപ. ആ വർഷം ഇനി ഒന്നുമില്ല, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് എത്രയാണ്? 2013 ക്ലോസിംഗ് ബാലൻസ് 60,000 നിന്ന് 6 lakhൽ നിന്ന് ഈ 60,000 പോയെന്നാൽ ബാക്കി 5,40,000 ആണ് ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്. അതിനെ വീണ്ടും നമ്മൾ അടുത്ത വർഷത്തെ ആദ്യത്തിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ 1/1/2014 ഓപ്പണിംഗ് ബാലൻസ് 5,40,000. ഇനി ആ വർഷം എൻഡ് ചെയ്യുന്ന ഡേറ്റ്, ആ വർഷം 1/1/14 ആരംഭിച്ചെന്നാൽ ആ വർഷം എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 31/12/2014 അല്ലേ? ആ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടെ നമ്മളോട് യൂസ് ചെയ്യുന്ന ഇവിടെ മെത്തേഡ് ഏതാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അപ്പോൾ ഏതിൻ്റെ 10% വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ? ഈ ബാലൻസിൻ്റെ അല്ലേ? അതായത് ഈ ബാലൻസ് ബ്രോഡ് വന്നിരിക്കുന്ന ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 10% വേണം നമ്മൾ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 5,40,000 × 10/100, 54,000 ആണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ എഴുതിയിരിക്കുന്നു. ഇനി മറ്റൊന്നുമില്ല, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 5,40,000 ആണ് ഇവിടെ കൂടുതൽ. അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് 54,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇനി ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 4,86,000 ആണ്. ഈ ക്ലോസിംഗ് ബാലൻസിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നു. 1/1/2015 4,86,000. ഇനി നമ്മളോട് 3 വർഷത്തെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും കൂടി നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. 2015 ജനുവരി 1 ആരംഭിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് എന്നാണ്? 2015 ഡിസംബർ 31 ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അതുകൊണ്ട് ഏതിൻ്റെ 10% വേണം എടുക്കാൻ? ഈ ബ്രോഡ് ഡൗൺ ചെയ്ത് വന്നിട്ടുള്ള ഈ ബാലൻസിൻ്റെ 10%. അതായത് 4,86,000 × 10/100 എത്ര കിട്ടുന്നത്? 48,600 ആണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ. ഇനി ആ വർഷം മറ്റൊന്നുമില്ല,
ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 4,86,000 കൂടുതൽ. അത് തന്നെ ഇപ്പുറത്തോട്ട് എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് 48,600 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അതായത് 43,07,400. ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടൊന്ന് ബ്രോട്ട് ഡൗൺ ചെയ്തേക്കും കൂടി ഇട്ടേക്കുക. അപ്പോൾ ഇവിടെ ഡേറ്റ് എന്നാണ് 1/1/2016. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് 43,07,400 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ചെയ്യാനാണ്. വളരെ ഈസിയാണ്. ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ഒന്ന് നോക്കിക്കേ. ആഷ്നി ട്രേഡേഴ്സ് ആൻഡ് ഭവ്യ സ്റ്റോഴ്സ് പർച്ചേസ്ഡ് മെഷീനറി ഓൺ 1/1/2013 അറ്റ് ₹50,000 ഈച്ച്. 50,000 രൂപയ്ക്ക് ആഷ്നി ട്രേഡേഴ്സും ഭവ്യ സ്റ്റോഴ്സും 2013 ജനുവരി 1-ാം തീയതി മെഷീനറി വാങ്ങിച്ചു. 2 വ്യാപാരികളും വാങ്ങിച്ചിട്ടുണ്ട്. The amount depreciation calculated by them at the rate 10% for the first 3 years are shown below. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ്റെ റേറ്റ് 10% ആണ് കൊടുത്തിട്ട്. അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷനാണ് ആദ്യത്തെ 3 വർഷം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷനാണ് താഴെ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. 31/12/2013 ആഷ്നി ട്രേഡേഴ്സ് 5,000 ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭവ്യയും 5,000 തന്നെ. 31/12/2014 ആഷ്നി ട്രേഡേഴ്സ് 5,000 ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭവ്യ സ്റ്റോഴ്സിന്റെ ഡിപ്രീസിയേഷൻ 4,500 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം അതായത് 2015 ഡിസംബറിൽ ആഷ്നി ട്രേഡേഴ്സിന് 5,000 തന്നെയാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഭവ്യ സ്റ്റോഴ്സിൻ്റെത് 4,050 ആയിട്ട് വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചോദ്യം. ഇനി നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. എ, ഐഡന്റിഫൈ ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അഡോപ്റ്റഡ് ബൈ ദി ഫേംസ്. ഈ 2 ഫേംസും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ക്വസ്റ്റിലേക്ക് എന്നൊന്ന് തിരിച്ചു നോക്കിക്കേ. കണ്ടോ, ഇവിടെ ആഷ്നി ട്രേഡേഴ്സ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടോ, എല്ലാ വർഷവും ഒരേ ഡിപ്രീസിയേഷൻ ആണ് അല്ലേ. അപ്പൊ ഇത് ഏത് മെത്തേഡിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ആഷ്നി ട്രേഡേഴ്സ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. എന്നാൽ ഭവ്യ സ്റ്റോഴ്സ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണ്? കണ്ടോ, ഓരോ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്ത് വന്നിരിക്കുകയാണ്? റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്ത് വന്നിരിക്കുകയല്ലേ. ആദ്യത്തെ വർഷം 5,000 ആയിരുന്നു, 4,500 വീണ്ടും 4,050. അപ്പോൾ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഭവ്യ സ്റ്റോഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതായിരിക്കും? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ കുറഞ്ഞു വന്നിരിക്കുന്നത്. ക്ലിയർ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ബി, ഡ്രോ അപ്പ് ദ മെഷീനറി അക്കൗണ്ട് ഓഫ് ഭവ്യ സ്റ്റോഴ്സ് ഫോർ ദ ഫസ്റ്റ് 3 years അസ്യൂമിംഗ് ദാറ്റ് ദ കമ്പനി ക്ലോസസ് ഇറ്റ്സ് അക്കൗണ്ട്സ് ഓൺ 31st every year. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മളോട് ഭവ്യ സ്റ്റോഴ്സിൻ്റെ മെഷീനറി അക്കൗണ്ടാണ്. ഭവ്യയുടെ മാത്രം തയ്യാറാക്കിയാൽ മതി, 2 കൂടി വരയ്ക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 വർഷത്തെ ഭവ്യ സ്റ്റോഴ്സിൻ്റെ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്ന എല്ലാ വർഷവും 31st പറയുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്നായിരിക്കും? ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക? ഭവ്യ സ്റ്റോഴ്സിൻ്റെ മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക. ഭവ്യ സ്റ്റോഴ്സ് ഏത് മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഭവ്യ സ്റ്റോഴ്സിൻ്റെ മാത്രം നമ്മൾ വരച്ചാൽ മതി. നോക്കിക്കേ, 5 മാർക്കാണ്, വളരെ ഈസിയാണ്. അപ്പോൾ അവർ ഇവിടെ മെഷീനറി വാങ്ങിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2013 അപ്പോൾ എത്ര രൂപയുടെയാണ്? 50,000 രൂപയുടെ മെഷീനറിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ക്യാഷ്, മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് 50,000 രേഖപ്പെടുത്തിയിരിക്കുന്നു 1/1/13. ഇനി നോക്കിക്കേ, ആ വർഷം എൻഡ് ചെയ്യുന്നു. ആ വർഷം എൻഡ് ചെയ്യുന്ന ഡേറ്റ് 31/12/2013. ആ വർഷം നമ്മൾ ഈ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ജനുവരിയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വർഷം ഫുള്ള് ഡിപ്രീസിയേഷൻ ഉണ്ട് 5,000 അല്ലേ. അത് നോക്കിക്കേ, ഇവിടെ ഡിപ്രീസിയേഷൻ 5,000 ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഈ ഡിപ്രീസിയേഷൻ ഒന്നും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ചോദ്യത്തിനകത്ത് കണ്ട് ഓരോ വർഷത്തെ നമുക്ക് തന്നിട്ടുണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. കണ്ടോ, ആദ്യത്തെ വർഷം 5,000, പിന്നെ 4,500, 4,050. ആ ഡിപ്രീസിയേഷൻ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് എഴുതിയാൽ മതി. കണ്ടോ, 5,000 ആദ്യത്തെ വർഷത്തെ കൊടുത്തു,
പിന്നെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് കണ്ടുപിടിക്കുന്നു 45,000. അതിനെ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. 2014 ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 4,500 ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് കണ്ടുപിടിക്കുന്നു, അതിനെ അടുത്ത വർഷത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. 2015 പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 4,050 ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസ് ഇങ്ങോട്ടേക്ക് ഒന്ന് ബ്രോട്ട് ഡൗൺ ചെയ്തേക്കുക. 1/1/16 ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എത്ര വരും? 36,450. വളരെ ഈസിയാണ്. ഇവിടെ ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, എല്ലാം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ണൻ ആൻഡ് സൺസ് അക്വയർഡ് എ മെഷീൻ ഫോർ ₹1,80,000 on 10th October 2012 and spent ₹20,000 for its installation. ഉണ്ടോ? ഒക്ടോബർ 10 2012 ഒക്ടോബർ 10 കണ്ണൻ ആൻഡ് സൺസ് 1,80,000 രൂപയുടെ ഒരു മെഷീനറി വാങ്ങിച്ചു അല്ലേ? അപ്പോൾ അത് മെഷീനറിയുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 1,80,000 ആൻഡ് സ്പെൻഡ് ₹20,000 ഫോർ ഇസ് ഇൻസ്റ്റലേഷൻ. അത് അവരുടെ കമ്പനിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 20,000 രൂപയും കൂടി മുടക്കി. അങ്ങനെയാണെങ്കിൽ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,80,000 പ്ലസ് 20,000 ഈക്വൽ ടു 2,00,000 rupees ആണ് ഇവരുടെ ഈ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ്. ശരിയല്ലേ? നെക്സ്റ്റ്, ദ ഫെയിം റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 10% per annum ഓൺ ഒറിജിനൽ കോസ്റ്റ് എവരി ഇയർ. ഉണ്ടോ? ഇവിടെ ഫെയിം ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റേറ്റ് എത്രയാണ്? 10% ആണ് റേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ്? ഓൺ ഒറിജിനൽ കോസ്റ്റ് എവരി ഇയർ ആണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് പിടികിട്ടിയില്ലേ? ഏത് മെത്തേഡിലാണ്? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഇവിടെ നമ്മളോട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? കണ്ടോ? അത് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ, ഒറിജിനൽ കോസ്റ്റ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നും. നെക്സ്റ്റ്, ഡ്രോ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് 3 years given that the books of accounts closes on 31st March every year. അപ്പോൾ ഒരു 3 വർഷത്തെ മെഷീനറി അക്കൗണ്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ച് 31st ആണ്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാണ്? മാർച്ച് 31st ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് ആരംഭിച്ചത് എന്തായിരിക്കും? 1st April. ഇപ്പോൾ 1st April to 31st March ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്നത്. ക്ലിയർ? പിന്നെ നമുക്ക് മെഷീനറി അക്കൗണ്ട് വരയ്ക്കാം. ഓരോരോ ട്രാൻസാക്ഷൻസ് നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 10 ഒക്ടോബർ 2012 ഈ മെഷീനറി വാങ്ങിച്ചത് നമുക്ക് എഴുതാം. അപ്പോൾ മെഷീനറി വാങ്ങിക്കുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ? അപ്പോൾ 10/10/2012 ടോട്ടൽ കോസ്റ്റ് ആ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,00,000 ആണ്. അപ്പോൾ 2,00,000 rupees ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുള്ളത്. അത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. 10/10/12 ഇവിടെ വാങ്ങിച്ചത്. അപ്പോൾ ആ വർഷം നമ്മളിത് എത്ര നാൾ യൂസ് ചെയ്യുന്നുണ്ട് അത്രയും നാളത്തെ ഡിപ്രീസിയേഷൻ ആണല്ലോ ഇവിടെ പ്രൊവൈഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മാർച്ച് ആണ് അല്ലേ? അപ്പോൾ 31st March 2013 ആണല്ലോ ആ വർഷത്തെ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ 31/3/2013 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ആ വർഷം ഈ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആലോചിച്ച് നോക്കിക്കേ, നമ്മളിത് ഒക്ടോബർ 10 വാങ്ങിച്ചത്. അപ്പോൾ 10 അല്ലേ? അപ്പോൾ നമുക്ക് ഒക്ടോബർ തൊട്ട് കൂട്ടിയേക്കാം. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ നമ്മൾ ഈ മെഷീനറി നമ്മളിവിടെ എത്ര മാസം യൂസ് ചെയ്തു? 6 മാസമല്ലേ നമ്മൾ ഈ അക്കൗണ്ടിൽ. മാർച്ച് 2013 അവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 10 വാങ്ങിച്ചിട്ടുള്ള ഈ മെഷീനറി ഈ അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ 6 months ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിന് എത്ര മാസത്തെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാവുള്ളൂ? 6 മാസത്തെ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 2,00,000 ഇൻറ്റു റേറ്റ് എത്രയാണ്? 10%. 2,00,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 അല്ലേ? അപ്പോൾ ആ വർഷത്തെ പരിപാടി കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 2,00,000 ആണ് ഇവിടെ കൂടുതൽ, അത് തന്നെ പുറത്തോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ 10,000 കുറച്ചെന്നാൽ ബാലൻസ് ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 1,90,000.
ആ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. 1/4/2013 അടുത്ത വർഷം ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് 1,90,000. ഇനി നോക്കിക്കേ, ആ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇനി ആ മെഷീനറി ആ വർഷം മുഴുവനുണ്ട് അല്ലേ? ആ അക്കൗണ്ടിംഗ് ഇയറിൽ മുഴുവനും നമ്മൾ ഈ മെഷീനറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആ വർഷം ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പോൾ 2 lakh × 10/100 എത്രയാണ്? 20,000 ആണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ. ആ വർഷം വേറൊന്നുമില്ല, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 1,90,000 ആണ് കൂടുതൽ. അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് ഈ ഡിപ്രീസിയേഷനായി 20,000 ഡിഡക്ട് ചെയ്തെന്നാൽ ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് 1,70,000. ആ ക്ലോസിംഗ് ബാലൻസിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. അടുത്ത വർഷം ആദ്യം എന്ന് പറയുമ്പോൾ ഡേറ്റ് എന്നാണ്? 1/4/2014. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ 1,70,000 രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളോട് 3 വർഷത്തെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെയും കൂടി നമ്മൾ രേഖപ്പെടുത്തണം. ഇനി ആ വർഷം എൻഡ് ചെയ്യുന്നു. ആ വർഷത്തെ എൻഡിങ് ഡേറ്റ് എന്താണ്? 31 മാർച്ച് 2015 അല്ലേ? ആ വർഷവും നമ്മൾ ഈ മെഷീനറി ഫുൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് വിൽക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ആ വർഷവും ഈ മെഷീനറിക്ക് ആ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഒറിജിനൽ കോസ്റ്റ് ആയ 2 lakh ൻ്റെ 10% എത്രയാണ്? 20,000. ഇനി മറ്റൊന്നുമില്ല, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 1,70,000 ആണ് കൂടുതൽ. അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് 20,000 കുറച്ചെന്നാൽ ബാക്കി വരുന്നതെന്ന് പറയുന്നത് 1,50,000. അത് 2015 ക്ലോസിംഗ് ബാലൻസ്. അതിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടൊന്ന് ബ്രോട്ട് ഡൗൺ ചെയ്തും കൂടി ഇട്ടേക്കുക. അപ്പോൾ 1/4/2015 ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ 1,50,000 വരും. കണ്ടോ എത്ര ഈസിയാന്ന് നോക്കിക്കേ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്തോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 11. A company purchased a machinery costing rupees 90,000 on 1/1/2015. 2015 ജനുവരി 1-ാം തീയതി കമ്പനി ഒരു മെഷീനറി വാങ്ങിച്ചു. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 90,000 90,000 ആണ്. ഓൺ 1/7/2015 another machinery was purchased for rupees 95,000. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വാസ് rupees 5,000. വീണ്ടും അതേ വർഷം 2015 ജൂലൈ ആയപ്പോൾ വീണ്ടും ഒരു മെഷീനറിയും കൂടി വാങ്ങിച്ചു. ആ മെഷീനറിയുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 95,000 രൂപയാണ്. അത് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഒരു 5,000 രൂപയും കൂടി മുടക്കിയിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ ഈ 2015 തന്നെ ഇവിടെ 2 മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇവിടെ ആദ്യം ഒരു 90,000 രൂപയുടെ ഒരു മെഷീനറി, പിന്നെ രണ്ടാമത്തെ മെഷീനറി എന്ന് പറയുന്നത് ഇവിടെ പർച്ചേസ് പ്രൈസ് 95,000, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് 5,000 ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണ്. ഈ 95,000 5,000 കൂടെ ചേർത്ത് 1 lakh rupees ആണ് സെക്കൻഡ് മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ്. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ annum. ഡിപ്രീസിയേഷൻ്റെ റേറ്റ് തന്നിട്ടുണ്ട് 10%. ഷോ ദ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഇയർ 2015. Assume that the book is closed on 31st December 2015. മെഷീനറി അക്കൗണ്ട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2015 മാത്രം കാണിച്ചാൽ മതി. കണ്ടോ എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ. അസ്യൂം ദാറ്റ് ദ ബുക്ക് ഈസ് ക്ലോസ്ഡ് ഓൺ 31st December 2015. ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 31 December ആണ് എല്ലാ വർഷവും അല്ലേ? അപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജനുവരി ടു ഡിസംബർ ആണെന്ന് നമുക്ക് ക്ലിയർ ആയി. അപ്പം നോക്കിക്കേ, ഇവിടെ 2015 മാത്രം നമ്മൾ റെഡിയാക്കിയാൽ മതി. ഇപ്പം മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക. മെഷീനറി അക്കൗണ്ട് വരയ്ക്കുന്നു. നോക്കിക്കേ, ഇവിടെ 1/1/15 നമ്മൾ ആദ്യം ഒരു മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1/1/15 വാങ്ങിച്ച മെഷീനറിയുടെ പോസ്റ്റിംഗ് നടത്തുന്നു. എങ്ങനെയാണ്? 90,000 രൂപയുടെ മെഷീനറിയാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ 90,000 1/1/2015 കാണിക്കണ്ടേ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത് 90,000. തീർന്നില്ല. ആ വർഷം തന്നെ കണ്ടോ, ആ വർഷം തന്നെ ജൂലൈ 1 ആയപ്പോൾ വീണ്ടും മറ്റൊരു മെഷീനറിയും കൂടി വാങ്ങിച്ചു. അപ്പോൾ അതും ആ വർഷത്തെ കണക്കിൽ വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്?
1/7/2015 അപ്പോൾ ആ ഡേറ്റിൽ വീണ്ടും നമ്മൾ 1,00,000 രൂപയും കൂടി മുടക്കിയിരിക്കുന്നു. അതാണ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 1/7 നമ്മൾ 1 lakh കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ആ വർഷം അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? ജനുവരി 1 ആരംഭിച്ചെന്നാൽ ഡിസംബർ 31 എൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 31/12/2015 നമ്മൾ ഈ വാങ്ങിച്ചിട്ടുള്ള 2 മെഷീനറിക്കും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഫസ്റ്റ് മെഷീനറിയുടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 90,000 ആണ്. അത് വാങ്ങിച്ചിരിക്കുന്നത് ജനുവരി ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മെഷീനറി നമ്മൾ ആ അക്കൗണ്ടിങ് ഇയറിൽ ഫുള്ള് നമ്മൾ യൂസ് ചെയ്തു അല്ലേ? 12 മാസവും നമ്മളത് യൂസ് ചെയ്തു. അപ്പോൾ അതിന് 1 ഇയറിൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 90,000 × 10/100. അപ്പം 9,000 ആണ് ഫസ്റ്റ് മെഷീനറിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ഡിപ്രീസിയേഷൻ. ക്ലിയർ? ഇനി അടുത്തത് ആ വർഷം തന്നെ മറ്റൊരു മെഷീനറിയും കൂടെ വാങ്ങിച്ചല്ലോ, സെക്കൻഡ് മെഷീനറി വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ എന്നാണ്? ജൂലൈയിലാണ്. 7ാം മാസമാണ് അല്ലേ? ജൂലൈ 1-ാം തീയതിയാണ്. അപ്പം ജൂലൈ തൊട്ട് ഡിസംബർ വരെ എന്ന് പറയുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ സെക്കൻഡ് മെഷീനറി നമ്മൾ ഈ അക്കൗണ്ടിങ് ഇയറിൽ 6 months അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം സെക്കൻഡ് മെഷീനറിയുടെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 1 lakh. അപ്പം 1 lakh × 10 റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ട് 10/100 × 6 months ഇവിടെ എടുക്കാവുള്ളൂ, കാരണം വാങ്ങിച്ചത് ജൂലൈയിലാണ്. അപ്പം ജൂലൈ തൊട്ടേ നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് അപ്പം × 6/12. അപ്പം എത്രയാണ് വരുന്നത്? 5,000. അങ്ങനെയാണെങ്കിൽ ഈ 2015 ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 14,000. അതാണ് 31/12/15 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ 14,000 കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വർഷത്തെ നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുമ്പോൾ 1,90,000 ആണ് കൂടുതൽ. അത് തന്നെ ഇപ്പുറത്തേക്ക് എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷനായി 14,000 ഡിഡക്റ്റ് ചെയ്തെന്നാൽ ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് എത്രയാണ്? 1,76,000 ആണ്. ആ ബാലൻസിനെ അടുത്ത ഇയറിലേക്ക് ആദ്യത്തേക്ക് ഒന്ന് ബ്രോഡ് ഡൗൺ ചെയ്തുകൊണ്ട് ഇട്ടേക്കാം. അപ്പോൾ എന്താണ് ഡേറ്റ്? 1/1/2016. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 1,76,000. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളാന്ന് നോക്കിക്കേ. 4 മാർക്ക്. ഒരു വർഷത്തെ മാത്രം തയ്യാറാക്കിയാൽ മതി. അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മാത്രം നമ്മൾ റെഡിയാക്കിയാൽ മതി. മനസ്സിലായില്ലേ? എത്ര എളുപ്പമാണ് ഡിപ്രീസിയേഷൻ നോക്കിക്കേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.